പഹൽഗാം ഭീകരാക്രമണം അതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള കാരണവും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. ആക്രമണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കിപ്പുറം ഇതാദ്യമായിട്ടാണ് ലഫ്റ്റനന്റ് ഗവർണർ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പരസ്യമായി തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു മനോജ് സിൻഹ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പഹൽഗാമിൽ നടന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. നിഷ്കളങ്കരായ മനുഷ്യർ ക്രൂരമായി കൊല്ലപ്പെട്ടു. നടന്നത് ശരിക്കും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. എല്ലാ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ ആക്രമിക്കില്ല എന്നായിരുന്നു ഇവിടുത്തെ പൊതുവെയുള്ള വിശ്വാസം. ആക്രമണം നടന്ന സ്ഥലം തുറസായ ഒരു മൈതാനമായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിൽക്കാനുള്ള മുറിയോ സൗകര്യമോ അവിടെ ഇല്ല എന്നായിരുന്നു മനോജ് സിൻഹ പ്രതികരിച്ചത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ തന്നെ നടുക്കിയ ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. അന്ന് നിരപരാധികളായ വിനോദസഞ്ചാരികളായ 27 പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി മെയ് മാസം 7-ാം തീയതി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നായിരുന്നു ഈ നടപടിക്ക് ഇന്ത്യ കൊടുത്ത പേരും. ബഹൽപൂർ, മുരുഡ്കെ അടക്കമുള്ള 9ഓളം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ശക്തമായി മെയ് 7-ാം തീയതി അർദ്ധരാത്രി വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം കൂടിയായിരുന്നു ഇന്ത്യ തകർത്തത്. മുരുഡ്കയിലെ ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാനവും അങ്ങനെ തകർത്തിരുന്നു. 100-ലധികം ഭീകരരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് വധിക്കാനായി സാധിച്ചു. യൂസഫ് അസർ, അബ്ദുൾ മാലിക് റൌഫ്, മുദാസിർ അഹമ്മദ് തുടങ്ങി നിരവധി ഭീകരർ ഇന്ത്യയുടെ തിരിച്ചടിയിൽ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിലൂടെ പ്രത്യാക്രമണം അവസാനിപ്പിക്കുകയുമായിരുന്നു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഭീകരരെ സഹായിച്ച 2 പേരെ കഴിഞ്ഞ ദിവസം NIA സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പഹൽഗാമിലെ ബഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോദാർ, പഹൽഗാമിലെ ഹിൽ പാർക്കിൽ നിന്നുള്ള ബഷീർ അഹമ്മദ് ജോദാർ എന്നിവരാണ് അറസ്റ്റിലായത്. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്ക് ഇവർ സഹായം കൊടുത്തു എന്ന് തന്നെയാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ വിവരങ്ങളടക്കം NIAക്ക് ഇവർ പങ്കുവച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാരായ 3 ലഷ്കർ ഇ തൈബ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇവർ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആക്രമണത്തിന് മുൻപ് ഒരു കുടിലായിരുന്നു ഈ 3 ഭീകരർ കഴിഞ്ഞത്. പഹൽഗാം വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്തായിരുന്നു ഈ കുടിലെന്നും പ്രതികൾ തന്നെ വ്യക്തമാക്കുന്നു. ഭക്ഷണവും താമസ സൗകര്യവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇവർ ചേർന്നായിരുന്നു ഭീകരർക്ക് കൊടുത്തത്. നേരത്തെ ഷോപ്പിയാൻ, കുൽഗാം, പുൽവാമ, കുപ്വാര തുടങ്ങി 32 സ്ഥലങ്ങളിൽ NIA ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവരെ പിടികൂടാനും സാധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.